ഓം മഹാദേവം മഹേശാനം മഹേശ്വരമുപാധിം മഹാസേനഗുരും വന്ദേ മഹാഭയനിവാരണം. ആത്മഭാവങ്ങളെ, പുരാണ കഥകളിലൂടെയുള്ള യാത്രയിൽ ഇന്നത്തെ നമ്മുടെ കഥ ജാംബവാന്റെ സൃഷ്ടി. പ്രിയരെ, ബ്രഹ്മാവിന്റെ ഒരു പകൽ കഴിഞ്ഞ് രാത്രി ആരംഭിച്ച് 2 യാമവും അവസാനിച്ച അവസരത്തിൽ മഹാവിഷ്ണുവിന്റെ കർണത്തിൽ നിന്നും ജന്മമെടുത്ത മധുകൈടഭന്മാർ പ്രളയജലത്തെ തല്ലിത്തകർത്ത് മതോന്മത്തരായി കഴിയുകയായിരുന്നു. അപ്പോഴാണ് പ്രളയജലത്തിൽ ഒരു താമരമുകുളം അവർ കണ്ടെത്തിയത്. ആകാംക്ഷയോടെ അത് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ വിശ്രമിച്ചിരിക്കുന്ന ബ്രഹ്മദേവനെ അവർ കണ്ടു. തങ്ങളുടെ ശക്തിയിൽ അമിത വിശ്വാസികളായ അവർ ബ്രഹ്മാവിന് നേരെ ആക്രോശിച്ചു. പ്രളയജലരാശിയിൽ താമരക്കുള്ളിൽ ഉറങ്ങിക്കഴിയുന്ന ചതുർമുഖ, ധൈര്യമുണ്ടെങ്കിൽ പോരിന് തയ്യാറാവുക. മധുകൈടവന്മാരുടെ ശക്തിയും വരവലവും അറിയാമായിരുന്ന ബ്രഹ്മാവ് ഭയവിഹ്വലനായിത്തീർന്നു. സന്താപം കൊണ്ട് അദ്ദേഹത്തിന്റെ മധ്യമമുഖം വിയർക്കാൻ തുടങ്ങി. കവിളുകളിൽ കൂടി ഒഴുകിയിറങ്ങിയ ബ്രഹ്മാവിന്റെ ശ്വേതകണം ജഗനത്തിലെത്തിച്ചേർന്നു. ദിവ്യമായ ആ ശ്വേതജലത്തിൽ നിന്നും ജാംബവാൻ പിറവിയെടുത്തു. ബ്രഹ്മസ്വേദനത്തിൽ നിന്നും ജന്മമെടുത്തതിനാൽ ജാംബവാൻ അംബുജാതൻ എന്ന പേരിലും അറിയപ്പെടുന്നു. സ്നേഹപൂർവം, രഞ്ജൻ കയനാടത്ത്.